ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയ SCERT 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. ഇന്ത്യ സ്വതന്ത്രമായിട്ട് വികസിപ്പിച്ച പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹം IRNSS. ഇന്ത്യ സ്വതന്ത്രമായി വികസിപ്പിച്ച പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹമാണ് IRNSS. IRNSSൻ്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ്. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ്. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണ് ഏത്? IRNSS. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണ് IRNSS. ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ. ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനം ഏതാണ്? ISRO. ISRO ആണ് നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനം. ഇനി നമുക്ക് ഓരോ രാജ്യവും അതിൻ്റെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളും നോക്കാം. റഷ്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് RSA. അമേരിക്കയുടെ നാസ. ദെൻ യൂറോപ്യൻ യൂണിയൻ ESA. ചൈനയുടെ CNSA. ജപ്പാൻ JAXA. അപ്പോൾ ഷോർട്ട് ഫോം നോക്കി വെച്ചാൽ മതി. റഷ്യ RSA, അമേരിക്ക NASA നാസ, യൂറോപ്യൻ യൂണിയൻ ESA, ചൈന CNSA, ജപ്പാൻ JAXA. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ഏത്? തുമ്പ, തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യപ്പെടുന്നത്. 1963 നവംബർ 21 നിലവിൽ വന്നത്. 1963 നവംബർ 21. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിലാണ് നിലവിൽ വന്നത്. ആന്ധ്രാപ്രദേശ്. 1971. താങ്ക് യു.